ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ സാമൂഹിക ശാസ്ത്രം വിഷയത്തിൽ വരുന്ന ഒന്നാമത്തെ പാഠമാണ്. പീലിയുടെ ഗ്രാമം എന്നാണ് പാഠത്തിൻ്റെ പേര് വരുന്നത്. സോ ഈ ഒരു പാഠം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള പീലിയുടെ ഗ്രാമത്തിലേക്കുള്ളൊരു യാത്രയാണ്. സോ നമുക്കും പീലിയുടെ കൂട്ടുകാരോടൊപ്പം പീലിയുടെ ഗ്രാമത്തേക്ക് ഒരു യാത്ര പോകാം. ചിത്രത്തിൽ 4 കൂട്ടുകാരെ കാണാമല്ലോ. ഇതാണ് പീലിയുടെ 4 കൂട്ടുകാരെ അവധിക്കാലം തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് പീലി സഹപാഠികളെ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ? നമുക്ക് അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ ഒന്ന് പോയി വന്നാലോ? സോ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ഒരു യാത്ര പോകാം. യാത്രയ്ക്ക് മുമ്പ് നമുക്കൊന്ന് പരസ്പരം പരിചയപ്പെടാം. ആദ്യത്തെ ആളാണ് നീനു. ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എൻ്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്കൊരു അനിയൻ കൂടിയുണ്ട്. അടുത്തത് എൻ്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. നെക്സ്റ്റ്, എൻ്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. ലാസ്റ്റ് വൺ, ഞാൻ ചമേലി. ഞങ്ങൾ ആസാം സ്വദേശികളാണ്. ഞാനും മായും പായും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ നിങ്ങൾ 4 പേര് അപ്പു, വിക്കി, ചമേലി, നീനു പരിചയപ്പെട്ടല്ലോ. കൂട്ടത്തിലെ 5ാമത്തെ ആളായി നിങ്ങളെ വരച്ചു ചേർത്ത് സ്വയം പരിചയപ്പെടുത്തൂ. സോ ഇവിടെ കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ചിത്രം വരയ്ക്കാനാണ്. പിന്നെ ബ്ലൂ കളറിലുള്ള സ്ഥലത്ത് നിങ്ങളെക്കുറിച്ച് എഴുതാൻ. അവിടെ എൻ്റെ പേര് എന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ എൻ്റെ പേര്, നിങ്ങളുടെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ റിയ എന്നാണ് കൊടുക്കുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം എൻ്റെ പേര്, നിങ്ങൾ അവിടെ പേര് എഴുതി കൊടുക്കുക. നഗരത്തോട് ചേർന്ന ഒരു താമസ മേഖലയിലാണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം അവിടെയാണ് താമസിക്കുന്നത്. എനിക്കൊരു അനിയത്തിയുണ്ട്. അവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സോ ഇതേപോലെ ചെറുതായിട്ട് നിങ്ങളെക്കുറിച്ചൊന്ന് എഴുതിയാൽ മതി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. സോ ഇവിടെ ചമേലിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ചമേലി ഒരു ഇതര സംസ്ഥാനത്തിൽ നിന്നും വന്നിട്ടുള്ള ആളാണ് അല്ലേ. ആസാമിൽ നിന്നും വന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. അവൾ നമ്മുടെ കേരളത്തിലെ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. അവൾ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവ് സമയം ചെലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ, വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ടീച്ചറുടെ സഹായവും ഇതിനുണ്ടാകും. സോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തൊട്ട് മുൻപേ നിങ്ങൾ എഴുതിയ നിങ്ങളെക്കുറിച്ചുള്ള വിവരണത്തോട് നിങ്ങളുടെ ഹോബി, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഒഴിവ് സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, സ്വപ്നങ്ങൾ ഒക്കെ കൂട്ടിച്ചേർക്കാനാണ്. സോ നമുക്ക് എഴുതി നോക്കാം. ആദ്യം എൻ്റെ പേര് കൊടുക്കുക. നഗരത്തോട് ചേർന്ന ഒരു താമസ മേഖലയിലാണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം അവിടെയാണ് താമസിക്കുന്നത്. എനിക്കൊരു അനിയത്തിയുണ്ട്. അവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് പുസ്തകങ്ങൾ വായിക്കാനും ചിത്രങ്ങൾ വരയ്ക്കാനും ഇഷ്ടമാണ്. ഒഴിവ് സമയങ്ങളിൽ ഞാൻ കളിക്കുകയോ കഥകൾ വായിക്കുകയും ചെയ്യാറുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. നല്ലൊരു വിദ്യാർത്ഥിനിയായി വളരുക എന്നതാണ് എൻ്റെ ആഗ്രഹം. ഭാവിയിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു നല്ല വ്യക്തിയാകുക എന്നതാണ് എൻ്റെ സ്വപ്നം. അടുത്തത് യാത്രയ്ക്കൊരുങ്ങാം. നീനു എന്താണ് പറയുന്നതെന്ന് നോക്കിക്കേ. നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഒന്ന് സമ്മതിച്ചു കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ.
നീനു ഒരു കാലിന് വയ്യാത്ത വീൽ ചെയറിലുള്ള ഒരു കുട്ടിയാണല്ലേ. സോ അവള് അധിക സ്ഥലത്തേക്കൊന്നും പോകാറില്ല. അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിൽ നിന്ന് സമ്മതം കിട്ടാൻ കുറച്ച് പാടുപെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വിക്കി പറയുകയാണ്, പപ്പായും മമ്മിയും മനസ്സില്ലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ഒരു നഗരത്തിലെ ഒരു ലൈഫ് സ്റ്റൈൽ തുടരുന്ന ഒരു വ്യക്തിയാണ് വിക്കി. സോ വിക്കിക്കും എന്താണ് സമ്മതം കിട്ടാൻ കുറച്ച് ശ്രമിക്കേണ്ടി വന്നിട്ടുണ്ട്. അടുത്തത് ചമേലി, ഞാൻ എവിടെ പോയാലും മായ്ക്ക് പേടിയാണ്. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. നെക്സ്റ്റ് അപ്പുവിന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു നോക്കിക്കേ. അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. അപ്പുവിൻ്റെ വീട്ടിൽ അമ്മ മാത്രമാണല്ലേ. സോ അപ്പുവിന് അമ്മ തനിച്ചാവോ എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ ജസ്റ്റ് ഒരു 1 ഡേക്കുള്ള കാര്യമായതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. നിങ്ങളും ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയല്ലേ. നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ? താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കൂ. സോ നമ്മളും ഈ പീലിയുടെ കൂട്ടുകാരോടൊപ്പം ഗ്രാമത്തിലേക്ക് പോവുകയാണല്ലേ. സോ ഈ ഒരു യാത്രയ്ക്കൊരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തയാണ് ഇവിടെ എഴുതേണ്ടത്. സോ നമുക്ക് എഴുതാം, യാത്ര പോകാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പുതിയ സ്ഥലങ്ങൾ കാണാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് ആദ്യമായി ഇത്ര ദൂരം പോകുന്നതിനാൽ എനിക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. യാത്ര സുരക്ഷിതമായിരിക്കണമെന്നും ഈ യാത്ര എനിക്ക് പുതിയ അനുഭവങ്ങൾ നൽകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കാനാണ്. സോ ഇതൊരു ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. യാത്രകൾക്ക് മുമ്പ് നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ. എങ്ങോട്ടാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നതൊക്കെ അനുസരിച്ച് മാനസികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നമ്മൾ യാത്രയ്ക്കൊരുക്കുന്ന ബാഗിൽ വസ്തുക്കൾക്കൊപ്പം നമ്മുടെ ചിന്തകളും കൂടി കടന്നു വരാറില്ലേ? ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇവിടെ ചിത്രത്തിലുള്ള കുട്ടികൾ ബാഗ് പാക്ക് ചെയ്യാനാണല്ലേ, ട്രിപ്പ് പോവാൻ ബാഗ് പാക്ക് ചെയ്യുകയാണ്. ചമേലി എന്തെല്ലാമാണ് എടുക്കുന്നത്? ബാഗ് ഉണ്ട്, വസ്ത്രങ്ങളുണ്ട്, പേസ്റ്റ്, ബുക്ക്, ബ്രഷ് എന്നിവയൊക്കെയാണ്. അവളുടെ ചിന്ത ആണ് മറ്റുള്ളവർ എന്നെ മാറ്റി നിർത്തുമോ എന്ന ചിന്തയാണ് ചമേലിയെ എപ്പോഴും അലട്ടുന്നത്. നെക്സ്റ്റ് അപ്പു ആണ്. അപ്പും വസ്ത്രവും ബാഗും ഒക്കെയാണ്. അമ്മ ഒറ്റയ്ക്കാകുമോ എന്ന ചിന്തയാണ് അപ്പുവിനുള്ളത്. ലീനു പെൻസില്, ബുക്ക്, ബ്രഷ്, ഡ്രസ്സ് എന്നിവയൊക്കെ എടുക്കുന്നുണ്ട്. അവളുടെ ചിന്ത എല്ലായിടത്തും പോകാനാകുമോ എന്നാണ്. അവൾക്ക് കാലിന് വയ്യല്ലേ. സോ അവർക്ക് കുറച്ച് പരിമിതികളുണ്ട്. സോ അവൾക്ക് എല്ലാ സ്ഥലവും കാണാൻ കഴിയുമോ, എല്ലായിടത്തും പോകാനാകുമോ എന്ന ചിന്തയാണ്. വിക്കിയാണ്. വിക്കിയുടെ കയ്യിൽ ഡ്രസ്സ് ഉണ്ട്, പിന്നെയോ ജെൻഡൽ കിറ്റ് ഉണ്ട്, ടവർ കിറ്റ് ഉണ്ട്, ഫോണുണ്ട്. ഓക്കെ, അവൻ്റെ ചിന്ത നഗരത്തിലെ സൗകര്യം ഉണ്ടാകുമോ. സോ അവന് നഗരത്തിൽ വളർന്ന് ജീവിച്ച് വന്ന ഒരാളാണ്. നഗരത്തിലെ പോലെയുള്ള സൗകര്യങ്ങൾ പീലിയുടെ ഗ്രാമത്തിൽ ഉണ്ടാകുമോ എന്ന ചിന്തയാണ് വിക്കിക്കുള്ളത്. നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രയ്ക്കായി കരുതും? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക? നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കുക. നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ എടുക്കാം? ഡ്രസ്സ്, പേസ്റ്റ്, ബ്രഷ്, മൊബൈൽ ഫോൺ, ചാർജർ, ബുക്ക്, സ്പ്രേ, മേക്കപ്പ് കിറ്റ് എടുക്കാം അല്ലേ? അങ്ങനെ പല സാധനങ്ങൾ എടുക്കാം. അതിൻ്റെ ചിത്രമൊക്കെ അവിടെ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇനി ചിന്ത നമുക്ക് എന്ത് ചെയ്താം? ഈ യാത്ര സുരക്ഷിതമായിരിക്കുമോ, നമ്മൾ സേഫായിട്ട് അവിടെ എത്തോ എന്ന്. ഓക്കെ, കുറച്ച് ദൂരം പോകാനില്ലേ. സോ ഈ യാത്ര സുരക്ഷിതമായിരിക്കുമോ എന്ന് എഴുതാം. നെക്സ്റ്റ് പേജ്, പീലിയുടെ ഗ്രാമത്തിലേക്ക്. ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ? 1-ാം മലയിൽ കയറേണ്ടേ, അവിടുന്ന് തലകുത്തി മറയണ്ടേ. സോ അവരൊരു യാത്രാഗാനമൊക്കെ പാടുകയാണ്. സോ
ചോദ്യം ഇതാണ്, യാത്രാഗാനങ്ങൾ അറിയാമോ? അവ ശേഖരിച്ച് ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യാത്രാഗാനം ഇവിടെ എഴുതി ചേർക്കൂ. ഇഷ്ടമുള്ളൊരു യാത്രാഗാനം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു യാത്രാഗാനം ഞാൻ ഇവിടെ കൊടുക്കാം. നമുക്ക് പോകാം യാത്രയ്ക്ക്, സന്തോഷത്തോടെ ഒരുമിച്ച്, പാടിയും ചിരിച്ചും പോകാം, പുതിയ കാഴ്ചകൾ കാണാം, സുഹൃത്തുക്കളോടൊപ്പം സന്തോഷം, ഈ യാത്ര മനോഹരം. നെക്സ്റ്റ് പേജ്, പീലിയുടെ ഗ്രാമം. ഹായ്, അതാ പീലിയുടെ ഗ്രാമം. അങ്ങനെ കൂട്ടുകാർ പീലിയുടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അതാ പീലി. അപ്പു പറയാണ്, അതാ പീലി. അവൻ പീലിയെ കണ്ടുല്ലേ? എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു, എന്താ ഇത്ര വൈകിയത്? പീലി ചോദിക്കുകയാണ്, ഞാൻ കുറേ സമയമായി ഇവിടെ കാത്തു നിൽക്കുന്നു, എന്താണ് നിങ്ങൾ വൈകിയത്? പീലിക്കുള്ള മറുപടി എഴുതി ചേർക്കൂ. സോ പീലിയുടെ ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ വൈകിയത് എന്നാണ്. ഉത്തരം എഴുതാം. വഴിയിൽ ട്രാഫിക്കും ചെറിയ വൈകിപ്പുകളും ഉണ്ടായതിനാലാണ് എത്താൻ വൈകിയത്. നെക്സ്റ്റ് പീലി പറയുന്നത് നോക്കൂ. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പീലിയുടെ ഗ്രാമത്തിന്റെ ഒരു ഭാവനാ ചിത്രം നോട്ട്ബുക്കിൽ വരച്ചു നോക്കൂ. ടീച്ചറുടെ സഹായം കൂടി നേടൂ. സോ ഇപ്പോൾ നിങ്ങൾ പീലിയുടെ ഗ്രാമത്തിൽ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ കാഴ്ചകളാണുള്ളതെന്ന് നിങ്ങൾക്കറിയില്ല. സോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലുള്ള ഭാവനകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചൊന്ന് എഴുതാം. പീലിയുടെ ഗ്രാമം മനോഹരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പച്ചപ്പും ശാന്തതയും നിറഞ്ഞിടമായിരിക്കും എന്ന് തോന്നുന്നു. നല്ല ആളുകളും സൗഹൃദവും അവിടെ കാണാം. പുതിയ അനുഭവങ്ങൾ നേടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. അവിടെ ഒരു ചിത്രം കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു നല്ലൊരു ചിത്രം വരച്ചു കൊടുക്കുക. അടുത്ത ചിത്രത്തിൽ പീലി അവളുടെ അമ്മയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് എൻ്റെ അമ്മ. അമ്മ പറയാണ്, എല്ലാവരും വരൂ, ഒത്തിരി ക്ഷീണിച്ചു കാണും അല്ലേ? നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം. നെക്സ്റ്റ് പേജിൽ വിക്കി പറയുകയാണ്, എനിക്ക് കഴിക്കാൻ ഉള്ളത് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം. പീലി, പിന്നെ അവൻ്റെ ഒരു ജാട. അമ്മ പറയാണ്, അതൊക്കെ മോൻ എന്നും കഴിക്കുന്നതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇവിടത്തെ വയലിൽ ഉണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനുമൊക്കെയാണ് ഉള്ളത്. അച്ഛനാണ് മീൻ കറി ഉണ്ടാക്കിയത്. ഇത് കേട്ട് വിക്കി അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതേ അല്ല വാങ്ങുന്നത്. അപ്പു പറയാണ്, പീലി വളരെ നന്നായിട്ടുണ്ട്, എന്തു നല്ല രുചി, ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരണേ. പീലി പറയാണ്, നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. അമ്മ, അച്ഛൻ വയലിലുണ്ടാകും, അങ്ങോട്ട് പോയിക്കോളൂ, ഗ്രാമവും കാണാമല്ലോ. ഇവിടെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ? അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ. ടീച്ചറുടെ പിന്തുണയും ഉണ്ടാകും. ഇവിടെ 5 ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. 1, ഈ വയലിൽ നിങ്ങൾ എന്തെല്ലാം കൃഷി ചെയ്യുന്നു? ചോദ്യം 2, നെല്ല് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ്? ചോദ്യം 3, കപ്പ എങ്ങനെ വളർത്തുന്നു? ചോദ്യം 4, മീൻകറി ഉണ്ടാക്കാൻ നിങ്ങൾ എങ്ങനെയാണ് മീൻ പിടിക്കുന്നത്? ചോദ്യം 5, ഗ്രാമജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? അടുത്തത്, വയലിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അടുത്ത ചോദ്യം, നിങ്ങൾ ദിവസവും എത്ര സമയം കൃഷി ജോലികൾക്ക് ചെലവഴിക്കുന്നു? ചോദ്യം 9, ഈ ഗ്രാമത്തിലെ കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അടുത്ത ചിത്രത്തിൽ നമുക്ക് പീലിയുടെ അച്ഛനെ കാണാം അല്ലേ? അച്ഛൻ എന്താണ് പറയുന്നത്? അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. സോ അച്ഛന് ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് അല്ലേ അവിടെ സംസാരിക്കുന്നത്. നീനു പറയുകയാണ്, കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ. കൂട്ടുകാർക്കായി ഒരു വിഭവം ഉണ്ടാക്കിയാലോ? നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരൂ. കൊണ്ടുവരുന്ന വിഭവങ്ങൾ എല്ലാവരും ഒന്നിച്ച് പങ്കിട്ട് കഴിക്കുമല്ലോ. സോ ഇത് ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. അടുത്തത് വിക്കി പറയുകയാണ്, എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അങ്കിൾ, എൻ്റെ സംശയം എന്തെന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും പീലി? ഗെയിമില്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? അപ്പു പറയാണ്, നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാ എനിക്ക് തോന്നണേ.
ഇവിടെ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാവാം ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പുവും രണ്ടു തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക? ഉത്തരം എഴുതാം. വിക്കിക്ക് നഗരത്തിലെ സൗകര്യങ്ങളും ഇന്റർനെറ്റ്, ഗെയിമുകൾ തുടങ്ങിയവയും കൂടുതലായി ഇഷ്ടമാണ്. അവൻ ആ ഒരു സാഹചര്യത്തിലൂടെ ജീവിച്ച് വളർന്നു വന്ന ആളാണ്. അതുകൊണ്ടാണ് അവൻ നഗരം രസകരമായി തോന്നുന്നത്. അപ്പുവിന് അത്ര സൗകര്യങ്ങളുള്ള ജീവിതമല്ല. അവൻ അമ്മയോടൊപ്പം ചേരിയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവൻ പ്രകൃതിയും ഗ്രാമത്തിന്റെ ശാന്തതയും കൂടുതൽ ഇഷ്ടമാണ്. അതിനാൽ ഒരേ സ്ഥലത്തെക്കുറിച്ച് രണ്ടു പേർക്കും വ്യത്യസ്ത അഭിപ്രായമാണ് ഉണ്ടായത്. നെക്സ്റ്റ്, ഇവിടെയും പലതരം കളികളുണ്ട്. ഇവിടത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ച് ഉല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. വരൂ. പീലിയുടെ അച്ഛൻ്റെ കൂടെ ഈ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ നമുക്കും കണ്ടുവരാം. ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കാനാണ്. സോ ഇതും നിങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഗ്രാമഭംഗി. പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് എത്രത്തോളം ലളിതവും സുന്ദരവുമാണ് ആ ഗ്രാമമെന്ന് കണ്ടറിയൂ. ഇവിടെ ഒരു ചന്തയുടെ ചിത്രമാണല്ലേ നൽകിയിട്ടുള്ളത്. ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയ വിൽക്കുന്നതും. നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ. മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ഉത്തരം എഴുതാം. ഞാൻ മുതിർന്നവരോടൊപ്പം എൻ്റെ നാട്ടിലെ ഒരു ചന്ത സന്ദർശിച്ചു. അവിടെ വിവിധ കടകളിൽ നിന്ന് പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ എന്നിവ വാങ്ങുന്ന ആളുകളെ കണ്ടു. ഗ്രാമചന്തകളെപ്പോലെ അല്ലാതെ ഇവിടെ സ്ഥിരം കടകളും ചെറിയ ഷോപ്പുകളും കൂടുതലായിരുന്നു. വില നിശ്ചയിച്ച രീതിയിലായിരുന്നു. അധിക വിലപേശലില്ലായിരുന്നു. ആളുകൾ വേഗത്തിൽ ആവശ്യമായ സാധനങ്ങൾ വാങ്ങി മടങ്ങുന്നത് ശ്രദ്ധിക്കാം. നഗരത്തിലെ ചന്തകൾ കൂടുതൽ ക്രമബദ്ധവും തിരക്കേറിയതുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അടുത്തത്, അച്ഛൻ പീലിയുടെ കൂട്ടുകാർക്ക് ഓലത്തൊപ്പിയും കൊട്ടയും വസ്ത്രങ്ങളും സമ്മാനിച്ചു. ഓല, കടലാസ് തുടങ്ങിയവയെ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാൻ അറിയാം? നിങ്ങൾ ഉണ്ടാക്കിയവ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. ഇതും ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ഇവിടെ നിങ്ങൾക്ക് ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, പേപ്പറുകൾ കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള കുട, കൊട്ട, തൊപ്പി, പൂക്കൾ, അങ്ങനെ പലതരം ഐറ്റംസ് കാണാം. അടുത്തത്, പീലിയും കൂട്ടുകാരും കുളത്തിന്റെ അരികിലാണുള്ളത്. പീലി എന്താണ് പറയുന്നത്? ഈ ഗ്രാമത്തിൽ ഇതുപോലുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട്. ഞാനും കൂട്ടുകാരുമെല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളങ്ങളിലാണ്. മീനു, ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ്. കുളത്തിൽ കളിച്ച് രസിക്കുന്ന കൂട്ടുകാരെ കാണുമ്പോൾ പീലിക്ക് വളരെ സന്തോഷമാവുകയാണ്. കൊയ്ത്തിനു ശേഷം രണ്ടാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത്. അതായത് ചിത്രത്തിൽ നിങ്ങൾക്ക് കാളകളെ കാണാം അല്ലേ? കാളപ്പൂട്ട് മത്സരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ചിത്രം നോക്കൂ. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ്. നിങ്ങളുടെ നാട്ടിലും വിവിധ തരം ഉത്സവങ്ങൾ നടക്കാറില്ലേ? ഉത്സവങ്ങൾ, പെരുന്നാൾ, ഉറൂസ്, മേളകൾ, കായിക മത്സരങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ച് ഒരു വിവരണം തയ്യാറാക്കൂ. മുതിർന്നവർക്കൊപ്പം അവ കാണാൻ പോയതിൻ്റെ അനുഭവവും ക്ലാസ്സിൽ പങ്കുവെക്കൂ. ഒരു അനുഭവക്കുറിപ്പ് എഴുതാം. ഞാൻ മുതിർന്നവരോടൊപ്പം എൻ്റെ നാട്ടിൽ നടന്ന ഒരു ഉത്സവം കാണാൻ പോയി. അവിടെ നിരവധി ആളുകൾ ഒന്നിച്ചുകൂടി ആഘോഷിക്കുന്നത് കണ്ടു. ദീപാലങ്കാരങ്ങൾ, സംഗീതം, ഭക്ഷണ സ്റ്റാളുകൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. പെരുന്നാളുകളും ഉറൂസുകളും മേളകളും നമ്മുടെ നാട്ടിൽ പ്രധാന ആഘോഷങ്ങളാണെന്ന് മുതിർന്നവർ പറഞ്ഞു. അവ സമൂഹത്തിൽ ഐക്യവും സന്തോഷവും കൊണ്ടുവരുന്നു. അവിടെ നടന്ന കായിക മത്സരങ്ങൾ വളരെ ആവേശകരമായിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ പങ്കെടുത്തു. ഈ അനുഭവം എനിക്ക് വളരെ സന്തോഷവും പുതിയ അറിവും നൽകി. പീലിയും കൂട്ടുകാരും നിങ്ങളും ഗ്രാമത്തിലെ കാഴ്ചകൾ എല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ്. ഈ നേരത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ? എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പാട്ടെഴുതി ക്ലാസ്സിൽ സ്വന്തം താളത്തിനനുസരിച്ച് പാടി അവതരിപ്പിക്കൂ. എൻ്റെ ഗ്രാമം എന്നതിനെ കുറിച്ചിട്ട് ഒരു പാട്ട് എഴുതാനാണ് അല്ലേ? പച്ചപ്പിൻ തണലിൽ മയങ്ങുന്ന ഗ്രാമം, പാടങ്ങൾ പാടുന്ന സ്വപ്നങ്ങളുടെ ധാമം, കിളികളുടെ പാട്ടിൽ ഉണരുന്ന പുലരി,
മഞ്ഞുതുള്ളി തഴുകുന്ന കുയിലിൻ കളരി. കുന്നുകളും താഴ്വരയും ചേർന്നൊരു ലോകം, മനസ്സിന് ശാന്തി നൽകുന്നൊരു സ്നേഹതീരം. ഓലപ്പുരകളിൽ നിറയുന്നു ചിരികൾ, വെയിലിലും മഴയിലും ഒത്തുചേരും മനസ്സുകൾ. നഗരത്തിന്റെ ശബ്ദം അകലെയിരുന്നാലും ഗ്രാമത്തിന്റെ മധുരം മറക്കില്ല ഒരിക്കലും. നമ്മുടെ നാടിന്റെ ഹൃദയമിടിപ്പ് പോലെ ഗ്രാമം എന്നും ജീവിക്കും സ്നേഹത്തിന്റെ കളരിയായി. നെക്സ്റ്റ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തൂ. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുക? നമുക്കതൊന്ന് വരച്ചു നോക്കിയാലോ. എൻ്റെ രാത്രിയും ആകാശം എന്ന പേരിൽ കൂട്ടുകാർ വരച്ച മുഴുവൻ ചിത്രങ്ങളും വെച്ച് ക്ലാസ്സിൽ ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കൂ. ഇതും ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അടുത്തത് നീനു പറയുകയാണ്, പീലി, നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ്. അപ്പോൾ എനിക്ക് ഈ കാഴ്ചകളെ കുറിച്ചൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി. നഗരജീവിതം മാത്രം രസമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി. ചമേലി, എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെയൊക്കെയാണ് എന്ന് മാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവെച്ചല്ലോ. നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? ഗ്രാമക്കാഴ്ച നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്ന് ഇവിടെ എഴുതി ചേർക്കൂ. നമുക്ക് ഉത്തരം എഴുതാം. പീലിയുടെ ഗ്രാമം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഗ്രാമത്തിലെ പച്ചപ്പും കുന്നുകളും കുളങ്ങളും വയലുകളും വളരെ മനോഹരമായി തോന്നി. അവിടെയുള്ള ആളുകൾ പരസ്പരം സഹായിച്ചും സ്നേഹത്തോടെയും ജീവിക്കുന്നതായി മനസ്സിലായി. കുട്ടികൾ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുകയും സന്തോഷത്തോടെ കളിക്കുകയും ചെയ്യുന്നു. ഗ്രാമത്തിലെ ശുദ്ധവായുവും ശാന്തമായ അന്തരീക്ഷവും എന്നെ ഏറെ ആകർഷിപ്പിച്ചു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെയും എല്ലാവരോടും സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം ഈ ഗ്രാമം എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് പീലിയുടെ ഗ്രാമം എൻ്റെ മനസ്സിൽ നല്ലൊരു സ്വാധീനം ചെലുത്തി. പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടും മുമ്പ് നിങ്ങൾക്കും പീലിയുടെ മറ്റു കൂട്ടുകാർക്കും സന്തോഷത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നില്ലേ? അത്തരം ചിന്തകളിലൂടെയല്ലേ അതുവരെയും നിങ്ങൾ ലോകത്തെ നോക്കിക്കണ്ടത്? ഈ യാത്രക്കിടയിൽ നിങ്ങൾ പല മുൻധാരണകളും ഉപേക്ഷിച്ചില്ലേ? പുതിയ ചില അനുഭവങ്ങളും അറിവുകളും നേടിയല്ലോ. പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ. നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷം ഉണ്ടാകൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആ ചിന്ത മാറി. ഇതായിരുന്നു വിക്കിയുടെ ഒരു മുൻധാരണ. ഈ യാത്ര പോകുന്നതിന് മുൻപേ അവൻ വിചാരിച്ചത് നഗരത്തിലുള്ള സൗകര്യങ്ങൾക്ക് മാത്രമാണ് സന്തോഷം നൽകാൻ കഴിയുള്ളൂ എന്നാണ്. പക്ഷേ ആ ഒരു ചിന്താഗതി അവൻ ഇപ്പോൾ മാറി. നെക്സ്റ്റ്, അപ്പു, വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സന്തോഷമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. നെക്സ്റ്റ്, ചമേലി പറയാണ്, എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായി കണ്ട് മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. അത് മാറി. നീനു, എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേയില്ല. 4 പേരും അവരുടെ മുൻധാരണ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പീലിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചുവല്ലോ. ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത്? നിങ്ങളുടെ അനുഭവം കൂട്ടുകാരോട് പങ്കുവെക്കൂ. ഗ്രാമങ്ങളിൽ കുട്ടികൾക്ക് കളിക്കാനും വിനോദത്തിനും അവസരങ്ങൾ കുറവായിരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ പീലിയുടെ ഗ്രാമം സന്ദർശിച്ചപ്പോൾ അവിടെ കുട്ടികൾക്ക് സന്തോഷത്തോടെ കളിക്കാനും പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാനും ധാരാളം അവസരങ്ങളുണ്ടെന്ന് മനസ്സിലായി. എൻ്റെ ആ ഒരു മുൻധാരണ മാറി. സോ ഫ്രണ്ട്സ്, ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. മുഴുവൻ ചാപ്റ്ററും നമ്മൾ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ നൽകുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.